മലയാള സിനിമയിലെ ഏറ്റവും വലിയ അന്യായം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ മുഖം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. പത്മരാജൻ, ഭരതൻ, അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ മലയാളത്തിലെ മഹാരാജന്മാരായ സംവിധായകരുടെ പ്രിയപ്പെട്ട നടൻ. 45 വർഷത്തെ കരിയർ, എന്നിട്ട് ഒരു സംസ്ഥാന പുരസ്കാരം പോലും ഈ നടനെ തേടിയെത്തിയിട്ടില്ല. എന്തുകൊണ്ട്? 1979 പെരുവഴി അമ്പലം എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നു. 18-ാം വയസ്സിൽ ഒരു പുതുമുഖം കാണിക്കേണ്ട പരിഭവം ഒന്നുമില്ലാതെ ഒരു കൊലപാതകം ചെയ്യേണ്ടി വരുന്ന കൗമാരക്കാരന്റെ മാനസിക സംഘർഷങ്ങൾ ഈ നടൻ സ്ക്രീനിൽ ഭംഗിയായി അവതരിപ്പിച്ചു. ആ നടന്റെ പേരാണ് അശോകൻ. പത്മരാജന്റെ ഗന്ധർവ ലോകത്തെ സ്ഥിര സാന്നിധ്യമായി അദ്ദേഹം മാറിയ കാലമായിരുന്നു. പ്രധാന ചിത്രങ്ങൾ യവനിക, തൂവാനത്തുമ്പികൾ, അമരം. ഈ സിനിമയിലെ അശോകന്റെ പ്രകടനം മാസ്മരികമായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന സിനിമയെക്കുറിച്ച് പറയാതെ അശോകന്റെ കരിയർ പൂർണ്ണമാകില്ല. ആ വർഷത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് അശോകൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ടോ അതോ സിനിമാ ലോകത്തെ ലോബിയും കൊണ്ടോ ആ അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അവാർഡുകളേക്കാൾ വലുതാണ് തന്റെ കഥാപാത്രങ്ങൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 90കളിലെ മാറ്റം, ഗൗരവമുള്ള വേഷങ്ങൾ മാത്രമല്ല, ഇൻ ഹരിഹർ നഗർ പോലുള്ള സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കാനും തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു. തോമസ് കുട്ടി എന്ന കഥാപാത്രം അന്നും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഡ്രാമയും കോമഡിയും ഒരുപോലെ വഴങ്ങുന്ന ഒരു നാച്ചുറൽ ആക്ടറാണ് അശോകൻ. അവാർഡുകൾ ഒരു പ്രതിഭയുടെ അളവ് പോലല്ല. മലയാളിയുടെ സിനിമാ ഓർമ്മകളിൽ അശോകൻ എന്ന നടന് പ്രത്യേകം ഒരു ഇടമുണ്ട്. ഒരുപക്ഷെ ഒരു അവാർഡിനേക്കാൾ വലിയ അംഗീകാരം ആ സ്നേഹമായിരിക്കും.